ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് അവസരം കൊടുത്തത് സഭയാണ്. കാരണം LDFനും UDFനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ സമരസമിതിക്കൊപ്പം നിൽക്കുന്നത് BJP മാത്രമാണ് എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങൾ പലയിടത്തുനിന്ന് വന്നു എന്നുള്ളതാണ്. കോട്ടപ്പുറം രൂപതയോ അതുപോലെ തന്നെ KRLCC അല്ലെങ്കിൽ കേരളത്തിലെ ലത്തീൻ സഭയോ അല്ലെങ്കിൽ KCBC ഇതൊന്നും പറഞ്ഞിട്ടില്ല. ചില ആളുകൾ ഇത് പറഞ്ഞു ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് പരത്തുമ്പോൾ നമ്മൾ അതിൽ നിന്നും യഥാർത്ഥത്തിൽ എന്താണ് മനസ്സിലാക്കും. പിന്നെ സഭ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന അത്ര വലിയ വ്യക്തമായിട്ട് അത് പ്രത്യേകിച്ച് ഒരു നമുക്ക് പറയാം നമ്മുടെ വ്യക്തിപരമായ ആത്മീയ ജീവിതത്തിലല്ലാതെ ഭൗതികമായ ജീവിതത്തിലോ സാമൂഹികമായ ജീവിതത്തിലോ അത്ര ഭംഗിയായിട്ട് ചെയ്യുന്ന ആളുകളുണ്ടെന്ന് നമുക്കങ്ങ് തിരിച്ച് പറയാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത് കൊണ്ട് ഇന്ന ആൾ ഇന്ന പാർട്ടി ചേരുമെന്ന് പറഞ്ഞാലും അതും എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ ആളുകൾ ആരും തന്നെ കളിപ്പാവടമല്ല, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷേ അവർക്ക് ഇടയിൽ ഇപ്പോഴും ഉള്ളത് സങ്കോചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കുന്ന ഏത് പാർട്ടിയാണെന്ന് ഓരോരുത്തരും തിരിച്ചറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ കരുതിയതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് ഈ കാര്യങ്ങളൊക്കെ കടന്നുപോയി എന്നാണോ? അത് ഉണ്ടാകുമെന്ന് എനിക്ക് നേരത്തെ തന്നെ ചിന്ത ഉണ്ടായിരുന്നു. അത് ഏത് ഗ്രൂപ്പ് എടുക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് വൈകാരികമായിട്ട് ഇടപെടരുത് എന്നുള്ള നിലയിൽ അവരോട് തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്. അവരെ സഹായിക്കാനായിട്ട് ആരാണ് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. പക്ഷെ അതിനിപ്പോൾ പത്രങ്ങളിൽ വന്നിരിക്കുന്ന വാർത്തകളും ഇതിന് ശേഷമുള്ള ഒരു ചരിത്ര പഠനം ഉണ്ടാവും. ആരാണ് സഹായിച്ചതെന്ന് നമുക്ക് പറഞ്ഞില്ലേ, ആരെയും കണ്ണിൽ പൊടിയിടാൻ പറ്റത്തില്ല. പത്രങ്ങളിൽ വന്ന വാർത്തകളും ചരിത്ര പഠനവും എന്ന് പറയുന്നത് സഭ കത്തോലിക്ക സഭ BJPയോട് അടുക്കുന്നു എന്നുള്ള ഒരു വിലയിരുത്തലിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. എനിക്കങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം പല വിധത്തിലുള്ള ഈ ആർട്ടിക്കിളും പല വിധത്തിലുള്ള പത്രവാർത്തകളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. വൺ സൈഡഡ് ആയി പോകരുത്. അതാണ് ഈ നേർക്കാഴ്ചയിൽ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. രണ്ട് കണ്ണ് തന്നിരിക്കുന്നത് ഒറ്റയ്ക്കുള്ള കാഴ്ച കാണാൻ വേണ്ടിയല്ല.